नाच गाना सब बराबर चल रहा है, पैसा भी खूब कमा रही होगी। अब्बा साली को देने के वास्ते पैसा नहीं है साली। सब लोग बाहर जाओ। जाओ। हमारे को पैसे दिए बगैर यहाँ नाच गाना नहीं चल सकता। ஐயா, அவர் இங்க தயார் பண்ண வந்திருக்கு. சரிங்க. முதலியாரா, नाच गाना सब बराबर चल रहा है, पैसा भी खूब कमा रही होगी। अब्बा साली को देने के वास्ते पैसा नहीं है साली। सब लोग बाहर जाओ। जाओ। हमारे को पैसे दिए बगैर यहाँ नाच गाना नहीं चल सकता। ஐயா, அவர் இங்க தயார் பண்ண வந்திருக்கு. சரிங்க. முதலியாரா, சாப் அக்கிரமம் பண்ணிட்டா ஹப்தா வசூல் பண்ணணுமா? மரியாதை வெளியே போடா. சரிங்க. முதலியாரா போகாம പറയും. എന്താ വേഗം ഇങ്ങ് പോന്നേ? ആ അബ്ബാസ് അവിടെ വന്ന് കുഴപ്പമുണ്ടാക്കി എല്ലാവരെയും ഓടിച്ചു. അയാൾക്ക് തനിച്ച് കാണാനായിരിക്കും ആ പെണ്ണിന്റെ നാച്ച്. ആ പെണ്ണിനോട് ഒരു രാത്രി കഴിയാൻ 1000 രൂപയാന്ന് പറയുന്നല്ലോ, ശരിയാണോ? എന്താ നിനക്കൊരു ദിവസം ഏയ്, കൈ കാശില്ലാത്തവൻ ഇതൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അഥവാ ഇനി കാശുണ്ടായാൽ തന്നെ കള്ളു കുടിക്കാനും പെണ്ണ് കുടിക്കാനൊന്നും ഞാനില്ല. പിന്നെ ആ കാശ് വെച്ച് നീ എന്തോ ചെയ്യും? ഒന്ന് പോണം നാട്ടിലേക്ക്, ഞെളിഞ്ഞ് തറവാട്ടിലേക്ക് കയറി ചെല്ലണം. അവിടെ എനിക്കൊരു അമ്മാവനുണ്ട്, ഒരു കാണ്ടാമൃഗം. ആ കിളവന്റെ ചെവിക്കുറ്റി നോക്കി ഒരു അടിയും കൊടുത്ത് അന്തസ്സായിട്ട് എൻ്റെ അമ്മയും പെങ്ങളെയും വിളിച്ചോണ്ട് പോരണം. എന്നിട്ടൊരു വലിയ പന്തലിടണം. കരക്കാരെ മുഴുവൻ വിളിച്ച് ഒരു ഗംഭീര സദ്യയും കൊടുത്തിട്ട് വേണം എൻ്റെ പെങ്ങളെ കെട്ടിച്ചയക്കാൻ. വലിയ മോഹങ്ങളാണല്ലോടാ. അല്ല, കാശൊക്കെ ഉണ്ടായിക്കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് കിളവൻ ചത്തുപോകുന്ന എൻ്റെ പേടി. അപ്പൊ പിന്നെ അടി നടക്കൂല. ആ, അതാണ്. നീ വിഷമിക്കണ്ട, ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തുമെന്നാണ്. என்ன கல்யாணி, சௌக்கியமா? வியாபாரம் எல்லாம் எப்படி? உங்க புண்ணியத்துல நல்லா இருக்கேன் சாமி. இது என் பொண்ணு சாமி. ஒரு சாயா கொண்டு வா கல்யாணி. நம்ம அப்புக்குட்டி நான் இருந்தப்போ தினம் அருமையான சாயா கொடுப்பாரு எனக்கு. இதோ கொண்டு வரேன் சாமி. കേട്ടോടി നീ, അദ്ദേഹം എന്നെ കല്യാണിന്ന് പേര് വിളിച്ചു. വലിയ കാര്യം. പിന്നെ കാര്യം തന്നെ. അദ്ദേഹത്തെ പോലെ ഒരു വലിയ ആള് എന്നെ ഓർത്തല്ലോ. എന്തോന്ന് വലിപ്പം? അത്താന്നും പറഞ്ഞ ആഴ്ച തോറും പാവയുടെ കാശ് കെട്ടി പഠിക്കുന്നതോ? ഒരുമ്പെട്ടവളെ, തോന്നിയസം പറഞ്ഞാലേ നിന്റെ നാക്ക് ഞാൻ അർത്ഥളെ. നിനക്കറിയില്ല, മുമ്പ് ദിവസവും കൊള്ളയും കൊലയും നടന്നുകൊണ്ടിരുന്ന ഈ തെരുവേ ഇന്ന് സമാധാനത്തോടെ കഴിയുന്നതേ ഈ മനുഷ്യൻ കാരണം. ചുമ്മാതല്ല അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് ഓരോരുത്തർ പൂജിക്കുന്നത്. என்ன யாரும் பேச மாட்டேங்கிறீங்க? இவன் என்ன அக்கிரமம் பண்ணாங்கிறத நீங்க சொல்லாட்டி எனக்கு எப்படி தெரியும்? என்ன சும்மா இருக்கீங்க? இவருக்கு பயந்துதான் யாரும் வாயை திறக்கறதில்லை. நீங்க வசூல் பண்ற பணம் எங்க பாதுகாப்புக்கு தான் சொன்னா முதல்ல இவங்கிட்ட இருந்து எங்களை காப்பாத்துங்கோ. என்னடா சொன்ன? அவன் பொய் சொல்றான் சார். உண்மை என்னங்கிறது எனக்கு தெரியும். நீ இதுக்கு பதில் சொல்லி ஆகணும். முதல்ல இவங்க கிட்ட எல்லாம் மன்னிப்பு கேளு. அப்படி என்ன நீங்க என்ன நம்ப மாட்டீங்களா? என்னடா சொன்ன? நன்னி கிட்ட என் முன்னாடி நிக்காத, போடா. இனிமே இவனால என்ன கஷ்டம் ஏற்பட்டாலும் சரி என்கிட்ட சொல்லுங்க, நான் கவனிச்சுக்கிறேன்.
अबे चल। आओ। क्या हुआ सर? चोर है साला। और कुछ? नहीं सर, बस इतनी है। चल। അയ്യോ നമ്മുടെ റേഡിയോ. മിണ്ടരുത്. നൈറ്റ് ഡ്യൂട്ടി എന്നും പറഞ്ഞ് അവന് മോഷണമായിരുന്നു പണി അല്ലേ? ഒരുത്തരെയും വിശ്വസിക്കാൻ വയ്യ. നിനക്ക് ശരിക്കും ടാക്സി തന്നെ പണി? ജോലിയും കൂലി ഇല്ലാത്തവനാ മോഷണത്തിന് ഇറങ്ങുന്നത്. ഞാൻ ആ പന്ന തള്ളക്ക് രണ്ട് കൊടുത്തിട്ട് വരട്ടെ. മലയാളിയാണ് അല്ലേ? എന്താ പേരെന്ന് പറഞ്ഞത്? ഹരികൃഷ്ണൻ. ഒരു രാത്രിക്ക് 1000 രൂപയാണ്. ഉണ്ടോ? എനിക്കൊരു ഉമ്മ മാത്രം മതി. പിന്നെ കുറച്ച് കിന്നാരം പറയണം. അതൊക്കെയാണല്ലോ രസം. ഞാൻ ഈ കുടുക്ക ഒരു വഴിപാടിന് വെച്ചിരുന്നാണ്. വഴിപാടിനെയും കഴിക്കാമല്ലോ. അല്ലെങ്കിൽ ഇത് തന്നെ വഴിപാട്. 100 കൂടായി. ഇതെന്താ ഇങ്ങനെ? അടുത്ത 48 മണിക്കൂറിനകം ഇവിടുന്ന് പോകാനാ ഓർഡർ. പിന്നെ ഇങ്ങോട്ട് വരാനൊക്കില്ല. ഇവിടെ ഉണ്ടാക്കിയത് ഇവിടെ തന്നെ തീർത്താല് നാളെ സമാധാനമായിട്ട് പുതിയ തെണ്ടൽ തുടങ്ങാമല്ലോ. ഒരു 15 പൈസയുടെ കുറവുണ്ട്. ഒരു മലയാളി എന്നുള്ള കൺസെഷൻ തരണം. ഈ 15 പൈസയുടെ കുറവില് എൻ്റെ ഒരു മോഹം നടക്കാതിരിക്കാൻ പാടില്ലല്ലോ ചേച്ചി. ഈ തൊഴിലിന് ഭാഷയായിട്ട് ബന്ധമൊന്നുമില്ല. എവിടെ ആ സുന്ദരിക്കുട്ടി കിരൺ? എന്റെ ഈശ്വര, പല ജാതിയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനൊരെണ്ണം ആദ്യായിട്ടാ. പണിയെല്ലാം പോയി. ഞാൻ ഇവിടുന്ന് എല്ലാം കെട്ടിപ്പറക്കി പോവാ. അതിനു മുമ്പ് നിന്നെ ഒന്ന് കണ്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാന്ന് വിചാരിച്ചു. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഇഷ്ടം വെച്ചാൽ നാട്ടില് പൂവാലന്മാര് പെമ്പിള്ളാരെ കാണുമ്പോ കളിയാക്കി വിളിക്കും, ഹിന്ദിയിൽ മാట్లాടലുണ്ടേ. दारू पीने के बाद मुझे हिंदी नहीं आता. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഹിന്ദി വരൂല. ഹിന്ദിയില് അച്ഛ മാൽ ഞങ്ങളുടെ നാട്ടിലെ. പക്ഷെ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ തന്നെ തന്ത. മനുഷ്യര് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ കൊച്ചേ. 1000 രൂപ നുള്ളിപ്പറക്കി കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ എന്നെ ഇവിടെ കിടത്തി ഉറക്കിക്കളയല്ലേ. നമുക്ക് ഇന്ന് രാത്രി ഒരുപാട് സംസാരിക്കാനുണ്ട്. ആദ്യം നീ എനിക്കൊരു ഉമ്മ. ഉമ്മ ഉമ്മ ഉമ്മ. നാട്ടിലെ മുസ്ലിം സമുദായക്കാര് അമ്മ എന്ന് പറയുന്നതിന് പകരം ഉമ്മ എന്ന് പറയും. അതൊരർത്ഥം. ചുടുചുംബനം ഉമ്മ. അതാ അലക്കണ്ടേ? അലക്കണ്ട. ഉമ്മ ഉമ്മ. ചുമ്മാ ചുമ്മാ ദീദി ഉമ്മ ഉമ്മ താത്ത ഉമ്മ. ഓ മുദ്ദലി വാല. മുതല വാല്. ഉമ്മ. ഇനി പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? അണ്ടേ നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോ തലേ കൂടെ മുണ്ടിട്ട് കാണിക്കുന്നത്. ഇഷ്ടമാണോ നിനക്ക് എന്നെ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? നിനക്ക് നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ നിനക്ക്? 15 ഞാൻ തരും. 15 പൈസ. जो भी मेरे खिलाफ आवाज उठाएगा
मैं उसे खत्म कर दूंगा छोटा ഇനിമേലിൽ ഇവിടെ വരുന്ന വരുമാനത്തിന്റെ പാതി ദിവസവും അബ്ബാസ്ജിയുടെ വീട്ടിലെത്തിച്ചിരിക്കണം. പിന്നെ ഇവിടെ ഒരു നൃത്തക്കാരുണ്ടല്ലോ, എവിടെ? പുറത്തു പോയിരിക്കുക. ഗണപതി പൂജ ദിവസം അവൾ അബ്ബാസ്ജിയുടെ വീട്ടിലേക്ക് അയക്കണം. अगर कोई गलती हुई तो तू नहीं बचेगी. ये आखिरी मौका दे रहा हूं. എന്താ ഒന്നും മിണ്ടാത്തത്? ആകെ ഡിപ്രസ്ഡ് ആണല്ലോ. മടുത്തു. ഒരു ജോലിയും കിട്ടുന്നില്ല. 50,000 രൂപയാണ് അത്രേ ഒരു ജോലി തരാൻ. അത്രയും കാശ് കയ്യിലുണ്ടെങ്കിൽ ആർക്കാ ജോലിയുടെ ആവശ്യം? നിന്റെന്ന് വാങ്ങിച്ച കടം തന്നെ തിരിച്ചു തരാൻ നിവൃത്തിയില്ല. സാരില്ല, വലിയ ജോലിയൊക്കെ കിട്ടി ധാരാളം പണമൊക്കെ ആവുമ്പോ എല്ലാം പലിശയും ചേർത്ത് ഞാൻ വാങ്ങിച്ചോളാം. നടക്കുന്ന കാര്യം പോലും പറ. ഞാൻ എന്തൊക്കെയാ നേർന്നിരിക്കുന്നതെന്നറിയോ? പക്ഷേ വലിയ ആളാവുമ്പോ ഈ പാവപ്പെട്ട ചായക്കടക്കാരി മറന്നു കളയരുത്. ശേഖർ, അണ്ണനും കൂടെ പോയാ ഞങ്ങൾ എന്ത് ചെയ്യും? എന്തു വന്നാലും അരിയണ്ണനായിരുന്നു ഒരു ധൈര്യം. അബ്ബാസ് അലിയുടെ ഓർഡറാണ്. ഇവിടുന്ന് പോകാതിരുന്നാല് അവന്റെ ആൾക്കാർ ഇവിടെ വന്ന് എന്നെ അടിച്ചിറക്കും. എനിക്ക് മാത്രമാവില്ല ഉപദ്രവം. എനിക്ക് ആരെയും പേടിയൊന്നുമില്ല. ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് വല്ലവന്റെയും തല്ലുകൊണ്ട് ചാവുന്നതാ. നിന്റെ കാര്യം മാത്രമല്ല, പാവം സർദാർജിയും ശേഖറും എല്ലാവർക്കും ശല്യമാവും. ഇത്രയും കാലം ഇവിടെ ഉള്ളവർ എന്നോട് കാണിച്ച സ്നേഹം മാത്രമാണ് ഞാൻ സമ്പാദിച്ച മുതൽ. അതെങ്കിലും ബാക്കി ഇവിടെ ഇരിക്കട്ടെ, അതാ ഞാൻ പോവാന്ന് വെച്ചത്. ഇവൻ ഇതുവരെ എണീറ്റില്ലേ? ഓ, ഉണർന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. ഞാൻ പോവാണ്. ഞാൻ പോവാണെന്ന്. എന്തു പറ്റി ശേഖരന്? കുഴപ്പമൊന്നുമില്ല. ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാൻ. നാളെ കാണാൻ ഒക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. എന്താ അവനിത് ചെയ്യാൻ? മടുത്ത് കാണും. എല്ലാം സഹിക്കുന്നതിന് ഒരു അതിരല്ലേ. കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ കാണുന്നതാ, ബോംബെയുടെ ഏത് മുക്കിനും മൂലയിലും ഉണ്ട് റൗഡി. അവന്മാർക്ക് റാമോളി ജീവിക്കാനാ ഇവിടെ ഉള്ളവരുടെ വിധി. അബ്ബാസ് അലി അല്ലെങ്കിൽ അവനെ പോലെ വേറൊരു തൊട്ടി. ആ, ഇതാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പേടിച്ചോടാൻ തുടങ്ങിയാലേ ബോംബെ മുഴുവൻ കിടന്ന് ഓടാനേ സമയം കാണും. വാചകം അടിക്കാൻ എല്ലാവരും ഉണ്ട്. ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. തല്ലുകൊണ്ട് ചാവുന്നതിന് പട്ടിണി കിടന്ന് ചാവുന്നതിനെക്കാട്ടിലും അന്തസ്സുണ്ട്. നീയൊക്കെ എൻ്റെ കൂടെ നിൽക്കാം. ആരില്ലെങ്കിലും ഞാൻ നിൽക്കാം. ചുമ്മാ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. കാശുണ്ടാക്കാനുള്ള വല്ല പണിയും തുടങ്ങണം. എന്ത് പണി? ചുരുങ്ങിയ ചെലവിൽ 10 കാശുണ്ടാക്കാനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ചാരായം വാറ്റാനോ? അല്ല, കുടിക്കാൻ. സാധനം ഉണ്ടാക്കി തന്നാ മതി, കൊണ്ടുപോയി കച്ചവടമാക്കി കാശുണ്ടാക്കി തരുന്നതിന് ഞാൻ ഏറ്റു. പോലീസ് പിടിച്ചാലോ? അബ്ബാസ് അലിയും പോലീസും ശാപ്പാടും എല്ലാം കൂടെ നടക്കില്ല. റെഡി ആണെങ്കിൽ പറ, തുടങ്ങാനുള്ള കാശ് ഞാൻ ഒപ്പിക്കാം. ഏയ്, അത് വേണ്ട. വല്ല കള്ളക്കടത്തും. എന്തോന്ന് എടുത്തു വെച്ച് കടത്തും? കള്ളക്കടത്തും. നീ പറഞ്ഞ തന്നെ മതി. ചാരായെങ്കിൽ ചാരായം.